ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ആകാശത്ത് നിന്നിട്ടാണ് കേട്ടോ തുടങ്ങുന്നത്. ആമിക്കുട്ടി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. ആൾ സ്കൂളിൽ പോയപ്പോഴത്തേക്കും ഞാൻ വിഷയത്തിൽ തുണി അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെയിൽ മൂക്കുന്നതിന് മുൻപായിട്ട് കൊണ്ടൊന്ന് വിരിക്കാമെന്ന് കരുതിയിട്ടാ. ആമിക്ക് ചെറുതായിട്ടൊരു പനിയും പിന്നെ ചുമ. പനി പിന്നെ മാറിയിട്ടാ. പനി ആ രാത്രി ഉണ്ടാകുന്നിട്ട് രാവിലെ ആയപ്പോഴത്തേക്കും പനിയൊന്നുമില്ല. പക്ഷെ ഭയങ്കര ചുമയായിരുന്നു കൊച്ചിന് രാത്രി മുഴുവൻ. അപ്പോൾ ഇന്നൊന്ന് മരുന്നിന് പോകാമെന്ന് കരുതിയിട്ട് ഇന്ന് സ്കൂളിൽ വിട്ടില്ല. സ്കൂളിൽ വിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഇൻ്റർവെല്ലിൻ്റെ സമയത്തൊക്കെ ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് വീട്ടിലാകുമ്പോഴത്തേക്കും ടി വി ഒക്കെ കണ്ട് അങ്ങനെ അനങ്ങാതെ ഇരുന്നോളുമല്ലോ എന്ന് കരുതി. അങ്ങനെ അപ്പോൾ നമുക്കൊന്ന് മരുന്നിനൊക്കെ പോകണം. അപ്പോൾ വേഗം തന്നെ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് രാവിലെ എന്തൊക്കെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ചോറാണ് വെച്ചത്. അപ്പോൾ ആമിക്കുട്ടിക്ക് ഇത്തിരി കഞ്ഞി കൊടുക്കാമെന്ന് കരുതിയിട്ട് പിന്നെ ഞാൻ വേറെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ചോറ് വെച്ച് പിന്നെ നമുക്ക് തലേ ദിവസത്തെ കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ തലേ ദിവസം ഞാൻ ചെമ്മീനൊക്കെ കുറച്ച് വറുക്കാനായിട്ടൊക്കെ പുരട്ടി വെച്ചായിരുന്നു. അത് പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആമി ഇന്ന് പോയില്ല. പാലുവിന് മാത്രം കുറച്ചെടുത്ത് വറുത്ത് കൊടുത്ത് വിട്ടു. അപ്പോൾ നമുക്കിനി കഴിക്കാൻ നേരത്ത് വറുക്കാമെന്ന് തോന്നി. പിന്നെ മോര് ചാറൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനത്തെ കുറേ തുണികളൊക്കെ കൊണ്ടുപോയി വിരിച്ച ശേഷം നേരെ താഴത്തേക്ക് പോകുന്നു കേട്ടോ. വിക്കു അപ്പോഴേ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നിട്ട് നമ്മുടെ വീട്ടിൽ തത്തമ്മ ഉണ്ടായിരുന്നു. തത്തമ്മയല്ല കേട്ടാ, മറ്റേ എന്താണ് പറയുക, സൺ കോണൂറാ. വായിക്കൊള്ളാത്ത പേരുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പറയാൻ കിട്ടണില്ല. ഞങ്ങൾ വിളിക്കണത് ചിമ്പൂട്ടൻ എന്നാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം ചേട്ടനാണ്. ആ കൂടും ക്ലീൻ ആക്കണതൊക്കെ ചേട്ടനാണ്. ഇനി ചേട്ടൻ വന്നിട്ടാണ് അതൊക്കെ ഇനി കഴുകുള്ളൂ. ഇനിയിപ്പോൾ അതെ കുറേ പാത്രങ്ങളുണ്ട് കഴുകാൻ. ഇതെപ്പോഴും പിള്ളേർ സ്കൂളിൽ പോണ സമയത്ത് ഇങ്ങനെ 5-8 പാത്രങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിതൊക്കെ കഴുകിയെടുക്കട്ടെ കേട്ടോ. പിള്ളേർ സ്കൂളിൽ പോണ സമയത്തെ എങ്ങനെ വന്നാലും നമ്മൾ എങ്ങനെയൊക്കെ പാത്രങ്ങൾ കഴുകി വെച്ചാലും 2-3 പാത്രം എപ്പോഴും സിങ്കിൻ്റെ അകത്ത് ഉണ്ടാവും കേട്ടോ. സ്കൂളിലുള്ള സമയത്ത് അതായത് പിള്ളേർ ക്ലാസ്സിലാ പോകുന്ന സമയത്തെ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് തേച്ച് കഴുകി വെച്ച ശേഷം ആമിക്കുട്ടിക്ക് ഒരു ഇച്ചിരി കഞ്ഞി കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ചോറാണ് വെച്ചതെന്ന്. പാലും രാവിലെ ചോറ് കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പം ഞാൻ കലത്തിൽ വെച്ച ചോറ് നമ്മൾ ഒരുപാട് പാപ്പം പോലെ ആക്കൂലല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 വറ്റ് ചോറ് എടുത്തിട്ടേ കുക്കറിനകത്തോട്ട് ഇച്ചിരി വെള്ളം എടുത്ത് 2-3 വിസിൽ കേൾപ്പിച്ചെടുക്കുമ്പോൾ നല്ല പഞ്ഞി പോലെയാവും. അപ്പോൾ പെട്ടെന്ന് കോരി കുടിക്കാനും സുഖമാണ്. ആൾക്കാണെങ്കിൽ കഞ്ഞി കുടിക്കാനായിട്ട് ഇച്ചിരി മടിയാണ് കേട്ടോ. പാടില്ലെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഉള്ളിലോട്ട് ഇത്തിരി ഭക്ഷണം ചെല്ലാനായിട്ട് പാടാണ്. ആമിക്കുട്ടിനെ എഴുന്നേപ്പിച്ച് നേരെ പല്ലൊക്കെ തേപ്പിച്ച് ഒരിത്തിരി കഞ്ഞി കോരി കൊടുത്തിട്ട് പക്ഷെ എല്ലാം കുടിച്ചില്ല. 2-3 വറ്റിയേ കുടിച്ചുള്ളൂ കേട്ടോ. എന്നിട്ട് മതിയെന്ന് പറഞ്ഞ് ഇന്നേ ഛർദ്ദിക്കാൻ വന്നതുപോലെ കാണിച്ചപ്പോൾ ഞാൻ പിന്നെ ഓർത്തെ ആ ഉള്ളിൽ ചെന്നതും കൂടെ ഇനി ഛർദ്ദിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ മതിയാക്കി ചേട്ടാ. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ചേട്ടൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാൻ ഞാൻ പറഞ്ഞില്ലേ 10-11 മണിക്ക് ഒരു ചായ കുടിക്കൽ പതിവുണ്ട്. അപ്പോൾ ഇന്നൊരിച്ചിരി നേരത്തെ കേട്ടോ ഹോസ്പിറ്റലിൽ പോകാനുള്ളത് കൊണ്ടിട്ടേ. അപ്പോൾ പാലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചായ വെച്ചപ്പോഴത്തേക്ക് ആമയ്ക്ക് പാല് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഗ്ലാസ് പാല്. പിന്നെ നേരിയ പനി പുറമേ ഇല്ലെങ്കിലും ചിലപ്പോൾ ഉള്ളിലുണ്ടാകാം. പിന്നെ ഞാൻ കരുതിയേ എന്തെങ്കിലും അകത്തോട്ട് ചെല്ലണമെങ്കിൽ ചെല്ലട്ടെ, പാലെങ്കിൽ പാലെന്ന് ഓർത്തിട്ട് ഒരു ഗ്ലാസ് പാലാറ്റി കൊടുത്തിട്ടാ ഞങ്ങൾ ചായയും കുടിച്ചു. അപ്പോൾ നമ്മൾ തലേ ദിവസം എന്താ പറയുക പുലവാണിഭത്തിന് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് വായിൽ കിട്ടൂല ഞാൻ വാക്ക് പള്ളുരുത്തിയിൽ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പിള്ളേർക്ക് കഴിക്കാനായിട്ട് പൊരിയും കിരിയൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു മറ്റേ പൊരിയുണ്ടയില്ലേ, പൊരിയുണ്ട ഒരെണ്ണം ചേട്ടന് കൊടുത്തപ്പോഴത്തേക്ക് ആമിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 3 പേര് മാറി മാറി കടിച്ച് അത് കഴിക്കണമായിരുന്നു കേട്ടോ. അത് അവസാനം ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതാണ് ഞങ്ങൾ 3 പേരും കൂടെ കഴിച്ചത് കേട്ടോ. ഈ ചേട്ടന് എൻ്റെ മുഖത്തെ കുരു ഒന്നും കാണാൻ പാടില്ല കേട്ടോ. കുരു എനിക്ക് അങ്ങനെ മുഖത്ത് വരൽ കുറവാണ് കേട്ടോ. എന്നാലും വല്ല കുരുവൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് കുത്തി പൊട്ടിച്ച് നാശമൊക്കെ കളയും. അയ്യപ്പൻ്റെ സീരിയലൊക്കെ ഇത് മുഖത്തൊക്കെ പാലിന് തുടങ്ങി. ആമു ഞങ്ങൾക്ക് കിളി വന്നപ്പോഴേ അവന് ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ മോന് പുഞ്ഞാരോയിപ്പോയി. ആരും നോക്കണില്ലെന്ന് പറഞ്ഞിട്ട് അല്ലേ ചക്കരമോൻ ചക്കരമോനെ നമ്മുടെ മോന് അച്ചടി ഉറക്കം തോന്നണേ കേട്ടോ. കൊച്ചിന് രാത്രി ഡ്യൂട്ടിയുണ്ട്. ഇവിടെ മൊത്തം കറങ്ങിയിടുന്ന എല്ലാവരുടെയും ചെരുപ്പൊക്കെ കടിക്കാനുള്ളതാണ് അല്ലേ. ഞങ്ങളെ പതിയെ മേലൊക്കെ കഴുകി ഹോസ്പിറ്റലിൽ പോകാൻ.
അങ്ങനെ ഞങ്ങളിതേ റെഡിയായി. ഞാനും മേലൊക്കെ കഴുകി ആമിക്കുട്ടിനെ ഒന്ന് മേലെല്ലാം കഴുകിച്ചിട്ട് ഞങ്ങളിതേ ഹോസ്പിറ്റലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മട്ടാഞ്ചേരിയിലാണേ പോണത്. പാടില്ലാതെ വരുമ്പോൾ എല്ലാ മക്കളും അങ്ങനെയുള്ള മിണ്ടാട്ടം മുട്ടിപ്പോവും. അത്ര നേരം ചില സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും കേട്ടോ. പാടുകേട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുഞ്ഞാരവും കരച്ചിലും ബഹളവും ഇതൊക്കെ തന്നെയാണ്. അപ്പം നടക്കാൻ കഴിയില്ല. അപ്പോൾ ചേട്ടനെ എടുത്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ പോയി ചീട്ടെടുക്കാം, ചേട്ടൻ ക്യൂ നിന്നോളാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും എന്ന് കരുതിയിട്ടാണ് ഞാൻ ചേട്ടനെ അങ്ങോട്ട് പറഞ്ഞു കേട്ടോ. പക്ഷേ വലിയ കാര്യമായിട്ടുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 ആളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എനിക്കൊന്ന് 10-11 മണി ആയപ്പോഴത്തേക്കും പോയത് കൊണ്ടിട്ടായിരിക്കാം. രാവിലെ അയച്ചെങ്കിൽ ചിലപ്പോൾ തിരക്കുണ്ടായി. പിന്നെ അതുമല്ല ബുധനാഴ്ച അല്ല ചൊവ്വാഴ്ച ദിവസം ആയിരുന്നല്ല, തിങ്കളാഴ്ചയ്ക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ല തിരക്കായിരിക്കുമെന്ന്. അങ്ങനെ അവിടെ നിന്ന് മരുന്നൊക്കെ വാങ്ങി പിന്നെ നെബിലൈസേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം എടുത്ത ശേഷം ഞാൻ നേരെ ഫാർമസിയിൽ വന്ന് ചേട്ടൻ അപ്പോഴത്തേക്ക് ആമിനെയും കൊണ്ട് അപ്പുറത്തേക്ക് പോയിട്ട് ഞാൻ പിന്നെ കുറേ നേരം ക്യൂ നിന്ന് അവിടെ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വെള്ളം വേണമെന്ന് പറഞ്ഞ ആൾക്ക് അങ്ങനെ പിന്നെ വെള്ളമൊക്കെ മേടിച്ച് കൊടുത്ത് ഡൈനിങ് ടേബിൾ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമുണ്ടാ. കാരണം നമ്മളിന്നൊരു ഡൈനിങ് ടേബിൾ വാങ്ങാൻ വേണ്ടി വന്നതാണ് ഇങ്ങോട്ട്. വാങ്ങാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ കൊക്കിലൊതുങ്ങണതല്ലേ കൊത്താവൂ. അപ്പോൾ വിലയൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് തിരക്കാം. നമുക്ക് പറ്റണതാണെങ്കിൽ മേടിച്ചുകൊണ്ട് പോരാന്ന് കരുതിയിട്ട് നമ്മൾ നേരെ തോപ്പുംപടിയിലുള്ള ഒരു കടയിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി. അപ്പോൾ ആദ്യം തന്നെ ആ ചേട്ടൻ മരത്തിൻ്റെതൊക്കെ കാണിച്ചു തന്നു കേട്ടോ. അപ്പം പക്ഷേ മരത്തിൻ്റെതൊക്കെ പൊക്കിക്കൊണ്ട് നടക്കാനും പാട്, പിന്നെ കുറച്ച് വിലയും കൂടുതലായിരുന്നു കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റും കൂടെ നമ്മൾ നോക്കണമല്ലോ. ബ്ലാക്ക് കളറിലെ ഗ്ലാസ് ആണോ? അങ്ങനെ നമ്മൾ സ്റ്റീലിൻ്റെ തണ്ട നോക്കിയത്. അപ്പോൾ അതിന് പറ്റിയ ചെയറും കൂടെ നോക്കണുണ്ട്. അപ്പോൾ മരത്തിൻ്റെ ചെയറൊക്കെ കാണിച്ച് തന്ന് പിന്നെ സ്റ്റീലിൻ്റെ ടൈപ്പുള്ളതും കുഷ്യനുള്ള ടൈപ്പും എല്ലാം കാണിച്ചൊക്കെ തന്നിട്ടാ. പിന്നെ അവസാനം അതെല്ലാം വിലയൊക്കെ ചോദിച്ച് തിരക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ ഒരു ഫൈബറിൻ്റെ കസേരയുണ്ടാണ് വാങ്ങിയത്. സ്റ്റീലിൻ്റെ എടുക്കാൻ വേണ്ടി പോയി. പക്ഷേ ആ ചേട്ടൻ പറഞ്ഞേ ബ്ലാക്കിൻ്റെ മറ്റേ ഗ്ലാസ് ടോപ്പാണല്ലോ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാൽ അതിന് മാച്ച് ഈ ഫൈബറിൻ്റെ കസേര ആയിരിക്കും, ഇത് കുറേ വർഷങ്ങൾ കിടക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ നമുക്കാണെങ്കിൽ പൊക്കിക്കൊണ്ട് നടക്കാൻ സുഖമാണല്ലോ. ഈ ചട്ടിയെങ്കിലും പെറുക്കി നടക്കണ കഷ്ടപ്പാട് കൊണ്ടിട്ടാണ് കേട്ടോ ഇതൊന്നും നമ്മൾ ഇതുവരെ വാങ്ങാഞ്ഞത്. 4 സീറ്ററിൻ്റെ കേട്ടോ നമ്മൾ വാങ്ങിയത്. അങ്ങനെ നമ്മൾ ഡൈനിങ് ടേബിളും ചെയറൊക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്ന കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ അരമണിക്കൂറിനുള്ളിൽ എത്തിച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അതേപോലെ തന്നെ അരമണിക്കൂർ ആയപ്പോഴത്തേക്കും അവർ സാധനങ്ങൾ കൊണ്ടുവന്നേ. കുഴപ്പമില്ലല്ലോ. എനിക്കിത് നേരത്തെ തന്നെ വാങ്ങണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നുണ്ട്. ചേട്ടൻ്റെ ഒരു സമ്മതക്കുറവ് കൊണ്ട് മാത്രമുണ്ട്. സമ്മതക്കുറവെന്നല്ല, കാരണം നമ്മൾ ഈ സാധനങ്ങളൊക്കെ പെറുക്കി നടന്ന് വാടക വീടുതോടും ഇങ്ങനെ മാറി നടക്കുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല. ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. ഭയങ്കരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാടക വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് പിന്നെ അടുത്ത വീട്, അങ്ങനെ അടുത്ത വീട്, പിന്നെ നമ്മൾക്കുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളുള്ള വീടായിരിക്കണം. പിന്നെ അത് ഒത്തിരി വലിയ വീടാകുമ്പോഴത്തേക്കും നമ്മൾ അതിനനുസരിച്ച് വാടക കൊടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ് കേട്ടോ ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞത്. അല്ലാണ്ട് ചേട്ടന് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല, നമ്മൾ ഈ സാധനങ്ങളൊക്കെ പൊക്കി നടക്കണ്ടേ. ഇപ്പോൾ പിന്നെ എൻ്റെ ഒരു നിർബന്ധത്തോടു കൂടി തന്നെയാണ് ഇത് വാങ്ങിയത്. പിന്നെ അതുമല്ല, എനിക്ക് സ്വന്തമായിട്ട് അത് വാങ്ങാനായിട്ട് പറ്റി. അതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇത് വാങ്ങിയെന്നാണെങ്കിൽ ചേട്ടന് അത്ര വലിയ ഒരു എന്താ പറയുക തൃപ്തി ആയിട്ടില്ല. തൃപ്തി എന്നല്ല, നമ്മൾ ഇവിടെ തന്നെ താമസിക്കാൻ പോകണില്ല, നമ്മൾ ഇനിയും വീട് മാറും. അപ്പോൾ വീട് മാറുമ്പോഴത്തേക്കും നമുക്കിനി ഇതൊക്കെ വെക്കാനുള്ള സൗകര്യമുള്ള വീടുകൾ കിട്ടുമോ അങ്ങനെയൊക്കെ ഉണ്ടോ ചേട്ടൻ്റെ ടെൻഷൻ. അപ്പോൾ ഇല്ലെന്നാണെങ്കിൽ നമ്മൾ പിന്നെ വലിയ വീട് എടുക്കേണ്ടി വരും. ഇതിലും ഒരിച്ചിരി കൂടെ വലിപ്പമുള്ള വീടൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള വാടക കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ചേട്ടൻ്റെ ആലോചനകൾ കേട്ടോ. ചേട്ടനെ കുറ്റം പറയാനും പറ്റില്ല. പിന്നെ നമുക്ക് വീട്ടിൽ ഒതുങ്ങണ ഒരു കുഞ്ഞു ഡൈനിങ് ടേബിൾ മേടിച്ച്, നമുക്കിപ്പോൾ 6 പേര് ഉണ്ടെന്നാണെങ്കിൽ ഇപ്പോൾ അമ്മയും കൂടെ വരുമ്പോൾ 6 പേരാണ്. 2 ചെയറും കൂടെ തൽക്കാലം മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കാമെന്നൊക്കെ കരുതി. ഇപ്പോൾ തൽക്കാലം നമ്മൾ 4 ചെയർ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പൻ ഇന്ന് പണിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പുറത്തേക്ക് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഈ സാധനം ഞങ്ങൾ വാങ്ങണ കാര്യം അപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വില നോക്കാനായിട്ടാണ് പോയത്, നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങാമെന്ന് കരുതി. അതുകൊണ്ട് ഞങ്ങൾ അപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് അപ്പം വന്നത് കണ്ടപ്പോൾ ഞങ്ങൾ പോയി ഒളിച്ചിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ അപ്പൻ പെട്ടെന്ന് കണ്ടപ്പോഴേ ഇതെന്താണ് പോയപ്പോൾ ഇതുണ്ടായിരുന്നില്ലല്ലോ, വന്നപ്പോൾ ഇതെന്ത് സാധനമാണെന്ന് ഓർത്തിട്ട്
അപ്പം നോക്കിയിട്ട് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ടാണ് അകത്തോട്ട് പോയത്. അങ്ങനെ പിന്നെ വാതിൽ തുറന്ന് വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ നമ്മൾ വാങ്ങിയിട്ട അപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കണമായിരുന്നേ. നമ്മളത് എറയത്താണ് ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചേക്കണത്. എറയത്ത് വയ്ക്കുമ്പോഴത്തേക്കും അതിനൊരു ഇച്ചിരി സൗകര്യക്കുറവ് വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വേറെ സ്ഥലമില്ലല്ലോ വയ്ക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ആലും ഇല്ലാതെ പോയിട്ട് അങ്ങനെ അപ്പനും ചേട്ടനും ആമയൊക്കെ കൂടി ഉദ്ഘാടനം ചെയ്ത് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ച് വേറെ കറികളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന്. അങ്ങനെ ഓടിപ്പോയി ആ ചെമ്മീനുള്ളത് വറുത്തെടുത്തു. പിന്നെ എന്താണ് ചാള വറുത്തതുണ്ടായിരുന്നു, മോരുചാറ്, പപ്പടവും വറുത്ത്, അങ്ങനെ ഉള്ള കറിയൊക്കെ കൂട്ടി അവർക്ക് ചോറ് കൊടുത്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിലും പിന്നെ ഇതൊക്കെ വാങ്ങിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും ഒരുപാട് താമസിച്ചു. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വേറെ കറിയും വെച്ചില്ല. തൽക്കാലം ഇതൊക്കെ കൊണ്ട് മതി, ഇതൊക്കെ മതി ധാരാളം. അങ്ങനെ അവരൊക്കെ ചോറൊക്കെ കഴിച്ചു. അവരങ്ങനെ ഭക്ഷണം കഴിക്കണം കണ്ടപ്പോൾ എനിക്ക് എന്തോ മനസ്സ് നിറഞ്ഞ് സന്തോഷവും സങ്കടമൊക്കെ വന്നു കേട്ടോ. എന്താ പറയുക, ഇതൊന്നും അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും അല്ല, എന്നാലും എനിക്ക് സന്തോഷമായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ നേരെ പോയി കുളിച്ചു, ഭക്ഷണം കഴിച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ എല്ലാം തേച്ച് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് കഴിച്ച പാത്രങ്ങളൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ചട്ടിയും കലവും അതും ഇതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങളൊക്കെ മൊത്തത്തിൽ തേച്ച് കഴുകി വെച്ചിട്ടാണ്. അപ്പോഴത്തേക്കും നമ്മളെ ഇച്ചിരി മീൻ കറി വെക്കണമായിരുന്നു. അപ്പോൾ ഇന്നലെ ചമ്പൻ, അതായത് തലേ ദിവസം 2 ചമ്പൻ ഉണ്ടായിരുന്നത് വെട്ടി വെച്ച് ആ കൂട്ടത്തിൽ 2 അയിലയും കൂടെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ എന്താ പറയുക ഐസ് പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിനി കറിയാക്കണം. അപ്പോഴത്തേക്കും ആലുക്കുട്ടി വന്ന് അങ്ങനെ ചായയൊക്കെ കൊടുത്തിട്ട് ആലു പോയി കേട്ടോ. അപ്പോൾ ആലുവിന് കണ്ടപ്പോഴത്തേക്കും സന്തോഷമായി കേട്ടോ. ആൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് 4:30 മണിയാകട്ടെ. പിന്നെ പെട്ടെന്ന് ചടപടയെന്നും പറഞ്ഞ് പോയി മേലും കഴുകി ചായയും കുടിച്ചു 5 മണി, ഒരു 5 മണിക്ക് ട്യൂഷൻ തുടങ്ങും. 4:50 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. 4:50 ചിലപ്പോൾ 4:55 ആകും കേട്ടോ. അതുകൊണ്ടിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, പെട്ടെന്ന് ആൾ പോയി. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോണേ ഉള്ളൂ കേട്ടോ. ഞാനും ചേട്ടനും ചായ കുടിക്കാൻ വേണ്ടി പോണേ ഉള്ളൂ. അപ്പോൾ ഈ ഗ്ലാസ് നമ്മൾ മറ്റേ പുലവാണിഭത്തിന് പോയപ്പോൾ വാങ്ങിയതാണ്. ഈ ഗ്ലാസ് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇത് ഞാൻ ഹോട്ടലുകളിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. നല്ല നേർത്തിട്ട് കുറച്ച് ചായ അതിൽ കൊള്ളുള്ളൂ, അത് മതി ഒരാൾക്ക് കുടിക്കാനിട്ട്. പക്ഷേ എനിക്കത് തികയൂല കേട്ടോ, സത്യം പറയാമല്ലേ. എനിക്കൊരു ഇച്ചിരി ചായ അധികം വേണം. എന്ത് സാധനമാണെങ്കിലും ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിയാൽ എന്ത് ചെറിയ സാധനമാണെങ്കിലും പോലും നമുക്കത് എടുത്തില്ലെങ്കിലേ പിന്നെ ഒരു സമാധാനക്കേടാണല്ലേ. രണ്ട് ചമ്പലുണ്ടായിരുന്നു ഇന്നലെ കൊണ്ടുവന്ന കൂട്ടത്തിൽ. അപ്പം അത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടാക്കി കറി വെച്ചെടുക്കാം കേട്ടോ. തേങ്ങയില്ലെന്നേ, അപ്പോൾ അതുകൊണ്ടിട്ടേ തിളപ്പിച്ചെടുക്കാന്ന് കരുതി. ആദ്യം ഇച്ചിരി കുളമുള്ളൂ കേട്ടോ. 2 ചമ്പനുണ്ടായിരുന്നു. പിന്നെ ഒരയില, ഞാൻ 2 അയില, ഇടത്തര അയില, അതും 2 കഷ്ണമൊക്കെ മുറിച്ച് ഞാൻ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 2ഉം കൂടെ തിളപ്പിച്ചെടുക്കാം. ഒരു കറിക്കുള്ളതേ ഉള്ളൂ നമുക്ക് രാത്രിത്തെ കറി. പിന്നെ ഒരു ഇച്ചിരി ചെമ്മീൻ ഇരിപ്പുണ്ട്. അപ്പോഴേ തേങ്ങയില്ലാത്തത് പച്ചക്കറി കടയിൽ പോയിട്ടില്ലെന്നേ, പോണം. കഴിഞ്ഞ ആഴ്ച വാങ്ങിയ തേങ്ങയിൽ 2 ഉണ്ടായി. അപ്പോൾ അത് ഞാൻ ഞായറാഴ്ച കുടലിട്ട് വയ്ക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കും തീർന്ന്. കുടലും മോരുചാറൊക്കെ വെച്ചല്ല, അപ്പോൾ തേങ്ങ തീർന്നിട്ട് തേങ്ങയും പച്ചക്കറികളൊക്കെ ഇന്ന് വാങ്ങണം. വൈകിട്ട് ചേട്ടൻ വന്നിട്ട് ചിലപ്പോൾ പോണം. എന്താന്നാ തേങ്ങയില്ലെങ്കിൽ ഒന്നും നടക്കൂലല്ലോ. പലഹാരം ഉണ്ടാക്കണമെങ്കിലും തേങ്ങ വേണം. തേങ്ങക്കാണെങ്കിൽ ഇപ്പം ഇച്ചിരി വിലയും കൂടുതലാണ്. പിന്നെ ഇച്ചിരി ചെമ്മീൻ ഇരിപ്പുണ്ട്, അത് പച്ചക്കറി ഇട്ടിട്ട് താളിച്ചെടുക്കാം. വേറെ കറിയൊന്നുമില്ല. ഞാൻ ഇന്നലത്തെ കറികളൊക്കെ ഉണ്ടായിരുന്ന കറികൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഉച്ചക്ക് ചോറ് കഴിച്ചത്. വേറെ കറിയൊന്നും ഞാൻ വെച്ചില്ല. നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയല്ല, ആ കറിയുള്ള ധൈര്യത്തിലാണ് ഞാൻ പോയത്. പിന്നെ രാത്രിക്ക് ഇത് വയ്ക്കാമെന്ന് കരുതി. ഇന്നലെ വെച്ച മോരുചാറൊക്കെ ഉണ്ടായിരുന്നു ഉച്ചക്കത്ത്. ഞങ്ങള് ഞായറാഴ്ച കലാവാണിയത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരെ കൊണ്ടായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് പോകണം. ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. അമ്മ ഇവിടെ തന്നെ ഈ കൊച്ചിയിലൊക്കെ ഉള്ളതാണെങ്കിലും ഇതുവരെയായിട്ട് ഞാൻ ഈ കലാവാണിയത്തിന് പോയിട്ടുമില്ല, ചേട്ടൻ കൊണ്ടുപോയിട്ടുമില്ല. എൻ്റെ അമ്മയൊക്കെ പോവാറുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് വാക്കത്തി, ചട്ടി, പിന്നെ നമ്മുടെ തച്ച് പായില്ലേ, പായ, അതൊക്കെ വാങ്ങാൻ വേണ്ടി പോവാറുണ്ട്.
അങ്ങനെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. അന്ന് ഞായറാഴ്ച രാത്രി ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് 2 സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അപ്പം അതുകൊണ്ട് പിള്ളേരെ കൊണ്ടുപോകാനും ഗുരുത്തായിട്ട് നല്ല തിരക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ വാങ്ങിയ സാധനങ്ങളായിട്ട് വണ്ടിക്ക് വരാനും ബുദ്ധിമുട്ടായിരിക്കും. 2 വീലറിനാണ് പോയത്. അപ്പോൾ പിള്ളേരെ കൊണ്ടുപോയി ഇപ്പം വരാമെന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് ഐസ്ക്രീം വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ അവിടെ വന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോവുകയും ചെയ്ത്. അപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടാണ് ഞാനവിടെ കുറേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5-6 പേര് ഞാൻ കണ്ടിട്ടുണ്ടാവും. മിക്ക വരുമ്പോൾ വർത്താനം പറഞ്ഞിട്ടാ. എനിക്കാണെങ്കിൽ ഈ ആദ്യമായിട്ട് ഇങ്ങനെ കാണുമ്പോഴേ സംസാരിക്കുമ്പോൾ ഒരു ചമ്മലൊക്കെയാണ്, ഒന്നും പറയാൻ കിട്ടൂല, ചോദിക്കാൻ കിട്ടൂല. അപ്പൊ ചേട്ടൻ പറയാണ്ട പേര് ചോദിക്കുക, അങ്ങനെ ചോദിക്കുക. ഞാനപ്പ അത് ഓർക്കൂല, ഒരു ചമ്മലായി പോവും. അങ്ങനെ പോയി 2 സാധനങ്ങൾ വാങ്ങി പോന്നു. അപ്പൊ നമ്മ അവിടെ നിന്ന് ഐസ്ക്രീം ഒന്നും കഴിച്ചില്ല, പിള്ളേരെ കൊണ്ടുപോയില്ലല്ലോ. അപ്പൊ ഇതുങ്ങളുടെ ഐസ്ക്രീം വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞല്ലേ പോയത്. അപ്പൊ പിന്നെ ഇവിടെ നമ്മുടെ മൂലമുടി വന്നിട്ട് ഐസ്ക്രീം വാങ്ങി ഇങ്ങോട്ട് പോകുന്നത്. അത് കഴിച്ചതിന്റെ പിറ്റേ ദിവസം അമ്മയ്ക്ക് ചുമ പിടിച്ച്. അതായത് തിങ്കളാഴ്ച സ്കൂളിൽ പോണ സമയത്ത് രാവിലെ നേരെ ചുമ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ സ്കൂളിലോട്ട് ഇട്ട് വന്നു കഴിഞ്ഞപ്പോ ഭയങ്കര ചുമ. ഇവിടെ ഉണ്ടായിരുന്ന മരുന്ന് ഞാൻ ഇച്ചിരി കൊടുത്തന്നാലേ വേറെ വാങ്ങാന്ന് കരുതിയിട്ട് പിന്നെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയതാണ്. ഭയങ്കര കഫക്കെട്ടലാണേ. ബിസ്ക്കറ്റ് തീറ്റാണ് എപ്പോഴും. പക്ഷെ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് ബിസ്ക്കറ്റ് കഴിക്കണേന് കുഴപ്പമുണ്ടാവുന്ന ചോദിച്ചപ്പോ കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറയാറ്. എന്നാലും ഒരുപാട് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാ. ബിസ്ക്കറ്റ് കഴിക്കണോണ്ടിട്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ഗുണമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാലും നിങ്ങൾക്ക് പറ്റില്ലല്ലോ, പിള്ളേർക്ക് ബിസ്ക്കറ്റ് ഇല്ലാണ്ട് പറ്റുമോ? അമ്മയ്ക്കാണെങ്കിൽ ബിസ്ക്കറ്റ് മതി, വേറെ ഒന്നും വേണ്ട. നല്ല കഫക്കെട്ടനാണ്, ഭയങ്കര കഫക്കെട്ടനാണ്. നെബുലൈസേഷനൊക്കെ ഉണ്ടായി. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് പോകുന്നത്. മീൻ വെട്ടി വെച്ചതുകൊണ്ടിട്ടേ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കറിയാക്കാൻ പറ്റി കേട്ടോ. മീനൊന്നും വെട്ടിത്തേച്ച് കഴുകി നിൽക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെ തലേദിവസം വെട്ടി വെച്ചിട്ട് നമ്മൾ കറി വയ്ക്കാതിരിക്കുമ്പോൾ എന്തോ പകുതി പണി ഒഴിഞ്ഞതുപോലെയാണ് കേട്ടോ. അങ്ങനെ വേഗം തന്നെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ എണ്ണയിലൊന്ന് ഇഞ്ചിയൊക്കെ വഴറ്റിയ ശേഷം അതിലോട്ട് പൊടികളായിട്ട് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഒരിച്ചിരി മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ട്, മല്ലിപ്പൊടി ഞാൻ അങ്ങനെ ചേർക്കാറില്ല, ചമ്പനായതുകൊണ്ട് ഞാൻ ഒരിച്ചിരി മല്ലിപ്പൊടി ചേർത്തതാണ് കേട്ടോ. തേങ്ങ അരച്ച് വയ്ക്കേണ്ടതാണ് ഇതിന് ടേസ്റ്റ്, പക്ഷേ തേങ്ങ ഇല്ലാണ്ട് പോയി. അപ്പോൾ തൽക്കാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടല്ലേ. അങ്ങനെ ചാറിന് ആവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ച് കുടംപുളിയും ഉപ്പൊക്കെ ഇട്ട് തിള വന്നപ്പോഴത്തേക്ക് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കറി അവിടെ നിന്ന് വറ്റി വരട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് കുറച്ച് തുണി അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഞാൻ അതവിടെ കൊണ്ടുവന്ന് ഇട്ടട്ടെ. അപ്പോൾ അതിന് മടക്കി വെച്ചില്ലെങ്കിൽ ചേട്ടൻ വഴക്ക് പറയും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ മടക്കി വയ്ക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് തേങ്ങയൊക്കെ തീർന്നിരിക്കുന്നുണ്ടെന്ന്, തേങ്ങയും പച്ചക്കറികളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ ഇതെല്ലാം മടക്കി വെച്ച ശേഷം ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ നേരെ ആദ്യം ആലുവിനെ വിളിക്കാൻ വേണ്ടി പോയി കേട്ടോ, ആമിനെയുമായിട്ട്. അപ്പോൾ ആമിയാണ്ടാ നടന്നു പോണതായി ഇരുട്ടത്ത്, ഞങ്ങളവിടെ നിൽക്കണേണേ റോട്ടിൽ. അപ്പോൾ അതേ പിന്നെ ആലുവിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആമിനെ വീട്ടിലാക്കി വെച്ചും വേണം ഞാനും ചേട്ടനും കൂടെ പോകാൻ നിൽക്കാനായിട്ട് പച്ചക്കറി കടയിലോട്ട്. ഞാൻ പിടിക്കാം ബാക്കിൽ. അല്ല ബാഗ് ഞാനല്ലേ ബാക്കിലിരിക്കണം. അപ്പോൾ ആ ബാഗിലാ പച്ചക്കറി കടയിൽ പോണത് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. നിങ്ങളെപ്പോഴും പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോണത് കാണിച്ചിട്ട് മുഷിപ്പിക്കണില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. നേരെ പച്ചക്കറി വാങ്ങി നമ്മൾ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടും അതൊക്കെ എല്ലാം എടുത്ത് വയ്ക്കാനുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊന്ന് ലേഡീസ് സ്റ്റോറിൽ കയറിയിട്ടുണ്ടായിരുന്നേ. 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഒരു കുഞ്ഞല്ല ഒരു വലിയ പൊട്ട് വാങ്ങിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അത് വലിയ പൊട്ടാണ്. ഞാൻ സാധാരണ ചെറിയ പൊട്ടാണ് തൊടാറ്. അപ്പോൾ ഇതിന് മുൻപ് എന്നോട് കുറേ നാളുകൾക്ക് മുമ്പ് ഒരു കമൻറ്റ് ഞാൻ കണ്ടതാണ് കേട്ടോ. ചേച്ചിയുടെ നെറ്റി വലുതായതുകൊണ്ടിട്ട് വലിയ പൊട്ട് ചേച്ചിക്ക് ചേരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് ഒരെണ്ണം വാങ്ങിയതാണ്. കൊള്ളാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. എനിക്ക് ബ്ലാക്ക് പൊട്ട് ചേർന്നുണ്ടാ, ഇത്രയും വലിയ പൊട്ട് ഇട്ടിട്ട് കൊള്ളാമോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അന്ന് പുലവാണിപത്തിന് പോയെന്ന്. അപ്പോൾ ആ വീഡിയോയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കണ്ടോളൂ. ഞാൻ ആദ്യമായിട്ടാണ് പോയത്. ഞാനും ചേട്ടനും കൂടെ പിള്ളേരെ പറ്റിച്ചത് ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ. ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നതാണ്. ഇങ്ങോട്ട് പോകുന്നതാണെന്ന് പറഞ്ഞില്ല കേട്ടോ. അപ്പോഴത്തേ നമ്മൾ വന്നു. എനിക്ക് 2-3 സാധനങ്ങളെ അടുക്കളയിലത്തേക്ക് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ സാധാരണ പള്ളി പെരുന്നാളിലൊക്കെ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കൂലേ, അതേപോലെ തന്നെ
കുറേ സാധനങ്ങൾ അല്ലാതെ വേറെ പ്രത്യേകത ഇതിൻ്റെ പ്രത്യേകത എന്താ കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടാ. വേണ്ട പുലവാണിഭ മേള, പുലവാണിഭം എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ അർത്ഥം പോലും എനിക്ക് പറയാൻ അറിയില്ലേ. അങ്ങനെ കണ്ട സാധനങ്ങളെല്ലാം ഞാനെടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയാണല്ലേ, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പ്രത്യേകിച്ച് പാത്രങ്ങളും നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാടി കയറി നോക്കും അല്ലേ. ആദ്യത്തിൻ്റെ വിലയും ചോദിക്കും. ഞാനും അങ്ങനെ തന്നെയാണ്, വിലയൊക്കെ ചോദിച്ചിട്ടാണ് കേട്ടോ ഓരോന്നൊക്കെ വാങ്ങിയത്. പിന്നെ എന്താ പറയുക, എനിക്ക് സന്തോഷമായത് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി, സംസാരിച്ചു. എനിക്ക് ആദ്യം സംസാരിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ, ഒരു നാണം ചമ്മലൊക്കെ ഉണ്ടാ, എന്താ സംസാരിക്കേണ്ടത് അങ്ങനെയൊക്കെ ഒന്ന്, എന്താ ചോദിക്കേണ്ടത് അവരുടെ അടുത്ത്, അതുപോലും എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. പിന്നെ ഒരു ചേട്ടൻ വന്ന് സംസാരിച്ചേട്ടാ, ജസ്ലിൻ എന്നാണ് പേരൊക്കെ പറഞ്ഞിട്ട് ആൾ കുറേ നേരം സംസാരിച്ച്, ചേട്ടനായിട്ട് സംസാരിച്ചു. നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ്, പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞത് ചാള തിളപ്പിക്കണതൊക്കെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഏട്ടാ പറഞ്ഞത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കറണ്ട് പോയി കേട്ടോ. അവിടെ കറണ്ട് പോയ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വന്നു കേട്ടോ, പെട്ടെന്ന് തന്നെ വന്നു. അങ്ങനെ നമ്മൾ ചട്ടിയൊക്കെ നോക്കാൻ വേണ്ടി കയറി. എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ചേട്ടൻ വാങ്ങണ്ടെന്ന് പറഞ്ഞ്. നമ്മുടെ ആരോഗ്യത്തിന് മൺചട്ടിയിൽ കറി വയ്ക്കണതാണ് നല്ലതെങ്കിലും ഗ്യാസ് ഒരുപാട് ചിലവാകുമെന്നും പറഞ്ഞിട്ട് ചേട്ടൻ എന്നെ കൊണ്ട് മേടിപ്പിച്ചില്ല കേട്ടാ. കണ്ട മൺചട്ടി മുഴുവനും വാങ്ങി കൂട്ടണമെന്നും പറഞ്ഞ്. അങ്ങനെ നമ്മൾ 2-3 സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലോട്ട് പോരണേണ് കേട്ടാ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരത്താണ്ട വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിയ കൊട്ടയും വട്ടിയൊക്കെ ആയിട്ട് നമ്മൾ വണ്ടിയുടെ അടുത്തോട്ട് നടക്കണേ. അപ്പോൾ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം വാങ്ങുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നും ഐസ്ക്രീം ഒന്നും വാങ്ങി ഒന്നും കഴിച്ചില്ല കേട്ടോ. ഒരു വെള്ളം പോലും കുടിച്ചില്ല. പിള്ളേരും ഇല്ലായിരുന്നല്ലോ, അപ്പോൾ അവർക്കും കൂടെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് വാങ്ങി കഴിക്കാമെന്ന് കരുതി നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയില്ല കേട്ടോ ഐസ്ക്രീം ഒന്നും. നമ്മൾ സാധാരണ എപ്പോഴും മൂലംകുഴിയിലൊരു കടയുണ്ട്, എന്താ പറയുക, അരുൺ ഐസ്ക്രീമിൻ്റെ ഒരു ഹോൾസെയിലായിട്ടൊക്കെ വിൽക്കണ കടയാണ് കേട്ടോ. ഹോൾസെയിലും റീറ്റെയിലൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വാങ്ങാമെന്ന് കരുതിയിട്ട് നേരെ അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത്. നമ്മൾ ഐസ്ക്രീം വാങ്ങുമ്പോഴൊക്കെ നമ്മളിവിടെ വന്നിട്ടാണ് ഐസ്ക്രീം വാങ്ങാറ്. ഈ ഒരു കടയിൽ വന്നിട്ടാണ് എപ്പോഴും വാങ്ങണത്. അപ്പോൾ ഞാൻ പോയില്ല കേട്ടോ കടയിലോട്ട്, ചേട്ടൻ പോയി. ഞാൻ ആ കൊട്ടയും വട്ടിയൊക്കെ ആയിട്ട് അവിടെ റോട്ടിൽ തന്നെ നിന്നിട്ട് നമ്മുടെ വണ്ടിയുടെ അരികത്ത്. അപ്പോൾ ചേട്ടൻ ഏത് ഫ്ലേവറാണ് വേണ്ടതെന്നൊക്കെ ഒന്ന് ചോദിക്കണമായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡബിൾ ചോക്ലേറ്റ് മതിയെന്ന്. പിള്ളേർ അതാണ്ടാ പറഞ്ഞു വിട്ടേക്കണത്, അമ്മ ഞങ്ങൾക്കത് മതിയെന്ന്. അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊണ്ട് ചേട്ടൻ വന്ന് കേട്ടാ. അപ്പോഴെന്താ പറയുക, പക്ഷെ അത് വാങ്ങിച്ചതാണ് ആമിക്കുട്ടിക്ക് വിനയായത്. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ആമിക്ക് ചുമയും നേരെ പനിയൊക്കെ വന്ന് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നല്ല. അങ്ങനെ നമ്മളതേ നേരെ വീട്ടിൽ വന്നിട്ട് ആലും ആമി വെയിറ്റിംഗ് ആണ്ടാ, വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പൻ്റെ ഫോണിൽ നോൺ സ്റ്റോപ്പായിട്ട് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വന്ന പാടെ ഡ്രസ്സൊക്കെ മാറി പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ആദ്യം തന്നെ ഐസ്ക്രീം കൊടുക്കാനത്. ആമി ചോറ് കഴിക്കൂലേ, അപ്പോൾ അതുകൊണ്ടിട്ട് ചേട്ടൻ പറഞ്ഞ് ചോറൊക്കെ കഴിച്ചിട്ട് ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ കഴിച്ച് നേരെ ഐസ്ക്രീം എടുത്ത് കഴിക്കാൻ വേണ്ടി ഇരുന്ന് കേട്ടോ. അപ്പോൾ ആമിക്കുട്ടി ഐസ്ക്രീം കണ്ടതുകൊണ്ടിട്ട് ഇന്ന് ചോറ് മുഴുവനും കഴിച്ചു കേട്ടോ. അല്ലെങ്കിൽ 2 വറ്റെങ്കിലും അതിൽ നിന്ന് മതിയാക്കും. ഇന്ന് ചേട്ടൻ പറഞ്ഞു ചോറ് കഴിച്ചില്ലെങ്കിൽ ഐസ്ക്രീം തരൂല എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ടിട്ട് ആൾ കൊടുത്ത ചോറ് മുഴുവനും കഴിച്ചേട്ടാ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും കൂടെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ആമിക്കുട്ടി അതിൽ നിന്ന് സ്പൂൺ കൊണ്ടൊക്കെ കോരി കഴിക്കണ്ടായിരുന്നു കേട്ടോ. ഇനി ആമോനെ പല്ലൊക്കെ തേപ്പിച്ച് മേലൊക്കെ കഴുകിച്ചിട്ട് വേണോട്ടെ കൊണ്ട് കിടത്തി ഉറക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇനി പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടി ടാറ്റാ, ഗുഡ് നൈറ്റ്.